ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും റംദാൻ കരീം. അപ്പോൾ നമുക്ക് പപ്സ് ഉണ്ടാക്കിയാലോ. ഇതിപ്പം ചിക്കൻ എഗ് പപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചിക്കൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, എഗ്ഗും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ഈ ഒരു മിക്സ് പറയാം. ഈ മിക്സ് വലിയ ചേഞ്ചൊന്നുമില്ല, സമൂസയുടെ അത് മിക്സ് പോലെ തന്നെയാണ്, സെയിം തന്നെയാണ്. പൊട്ടറ്റോയും പിന്നെ ചിക്കനും ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഉപ്പും മഞ്ഞളും പിന്നെ പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അതൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് ഓയിലിൽ കുറച്ച് അണിയൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. എന്നിട്ട് ആ ഒരു മിക്സ് ആഡ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക, കുറച്ച് എരിവൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ കൊറിയാണ്ടർ ലീഫും ഇട്ടിട്ട് ആ ഒരു മിക്സ് റെഡിയായി. പിന്നെ എഗ്ഗൊന്ന് മുട്ട വേവിച്ചിട്ട് അത് ഹാഫായിട്ട് കട്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നത്. ഇപ്പം സമൂസ ഷീറ്റിൽ തന്നെയാണ് ഞാൻ പപ്സ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സമൂസ ഷീറ്റ് ക്രോസ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ആ മിക്സ് ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു എഗ്ഗും കൂടി വെച്ചിട്ട് പിന്നെ അത് അങ്ങ് മടക്കി എടുത്താൽ മതി. അതൊന്ന് ഒട്ടിച്ചിങ്ങനെ മൈദമാവിൽ ഒട്ടിച്ചൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ കോളേജിലെ കുട്ടികൾക്കോ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിപ്പോൾ നല്ല ക്രഞ്ചിയുമാണ്. നല്ല നമ്മുടെ പപ്സ് കഴിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു പപ്സൊക്കെ കഴിക്കണമെന്ന് തോന്നി ഇങ്ങനെ ചെയ്ത് നോക്കുക. കാരണം വേറെ ഷീറ്റൊന്നും മേടിക്കാണ്ട് ഈ ഒരു സമൂസ ഷീറ്റിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. ഞാനിപ്പോൾ കാണിച്ചു തരാം. നന്നായിട്ട് നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്, അകത്ത് നല്ല ക്രീമി ടെക്സ്ചറുമാണ്. സോസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.